ഒരു വർഷം മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഭാവി പ്രവചിച്ചത് ശരിയായ സിനിമകൾ. അടൂർ ബാസിയുടെ കയ്യിലെ സ്മാർട്ട് വാച്ച്, അൻപത് ശിവത്തിലെ സുനാമി, ഏഴാം അറിവിലെ വൈറസ്, ശിവാജിയിലെയും പിച്ചക്കാരിലെയും നോട്ട് നിരോധനം തുടങ്ങിയ വിഷയങ്ങളായിരുന്നു ആ വീഡിയോയിൽ സംസാരിച്ചത്. ആ വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ഭാവിയിൽ വരാനിരിക്കുന്ന ടെക്നോളജിയെക്കുറിച്ചോ സംഭവങ്ങളെക്കുറിച്ചോ ആയിരിക്കാം കഥയിൽ പറയുന്നത്. പിന്നീട് ആ ടെക്നോളജി യാഥാർത്ഥ്യമാവുകയും ചില സംഭവങ്ങൾ പിന്നീട് സംഭവിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഭാവി പ്രവചിച്ച സിനിമകളെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. 2017 ടൊവിനോ തോമസ്, ഐശ്വര്യ ലക്ഷ്മി എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ആഷിക് കപൂർ ചിത്രമാണ് മായാനദി. ആ സിനിമയിൽ ഒരു കല്യാണത്തിന്റെ റിസപ്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ സ്റ്റാർസ് ഓഫ് ദി ഈവനിങ്ങിനെ വെൽക്കം ചെയ്യാം ടു ദി സ്റ്റേജ് സുഷിൻ ചേട്ടൻ ആൻഡ് ദി ന്യൂസ്റ്റ് എഡിഷൻ ടു അവർ ഫാമിലി ഉത്തര. ആ വധൂവരന്മാരുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കല്യാണത്തെ സൂചിപ്പിക്കുന്ന ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിരുന്നു അത്. സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം വിവാഹിതനായി. ചലച്ചിത്ര പ്രവർത്തക ഉത്തര കൃഷ്ണയാണ് വധു. 7 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന ഈ ഒരു വിവാഹത്തെയാണ് ആഷിക് കപൂർ മായാനദിയിൽ കാണിച്ചത്. ചിലപ്പോൾ അക്കാലത്ത് ഈ റിലേഷൻഷിപ്പ് അറിയാവുന്ന എഴുത്തുകാരായ ശ്യാം പുഷ്കറോ ദിലീഷ് പോത്തനോ സംവിധായകനായ ആഷിക് കപൂർ അത് സിനിമയിൽ കാണിച്ചതായിരിക്കാം. ഏതായാലും 7 വർഷങ്ങൾക്ക് ശേഷം ആ വിവാഹം നടക്കുക തന്നെ ചെയ്തു. 1992 പോൾസൺ സംവിധാനം ചെയ്ത് ജഗദീഷ്, മുകേഷ്, സായ് കുമാർ, ഇന്നസെന്റ് എന്നിവരെല്ലാം അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് മക്കൾ മഹാത്മ്യം. ആ സിനിമയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കഥാപാത്രത്തെയാണ് ജഗദീഷ് അവതരിപ്പിച്ചത്. ആ കഥാപാത്രം ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഡീസൽ ഒഴിച്ച് ഓട്ടോ ഓടിക്കാനുള്ള സംവിധാനം വരും, അപ്പൊ നമ്മളും പണക്കാരാ. 92 ഡീസൽ എഞ്ചിനുള്ള ഓട്ടോ കണ്ടുപിടിച്ചിട്ടില്ല എന്നൊന്നുമില്ല. എന്നാലും അത് സർവ്വസാധാരണമായിരുന്നില്ല. അന്ന് പെട്രോൾ വില 15 രൂപയും ഡീസൽ വില 6 രൂപയുമായിരുന്നു. ആ ഒരു വ്യത്യാസത്തിലുണ്ടാകുന്ന ലാഭത്തെക്കുറിച്ചാണ് ജഗദീഷ് സംസാരിക്കുന്നതും. ആ വ്യത്യാസമെല്ലാം മാറി വില ഒരുപോലെ ആവുകയും ആരും പണക്കാരാവുകയും ചെയ്തില്ല. എന്നാലും പിന്നീട് ഡീസൽ എഞ്ചിനുകളെല്ലാം തന്നെ വ്യാപകമായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ പലരും കമന്റ് ചെയ്തൊരു കാര്യമാണ് മലയാള സിനിമയിൽ കാണിച്ച പല ടെക്നോളജിയും പണ്ട് ഹോളിവുഡ് സിനിമയിൽ കാണിച്ചതിന്റെ കോപ്പിയടി മാത്രമാണെന്ന്. അല്ലെങ്കിൽ ആ ടെക്നോളജി അവരുടെ നാട്ടിലുള്ളതാണെന്നും ഇവിടെ കാണാത്തത് കൊണ്ടാണ് അത് പ്രഡിക്ഷൻ പോലെ തോന്നുന്നതെന്നും. അങ്ങനെ ഒരു പ്രഡിക്ഷനാണ് 1980 എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് മധു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ രജനീഗന്ധി എന്ന സിനിമയിലുള്ളത്. ഫോണിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സാധിച്ചിരുന്നെങ്കിൽ, ടെലിഫോണിൽ ടെലിവിഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. എനിക്ക് ടെലിവിഷന്റെ ആവശ്യമില്ല, ഞാൻ സീനെ കാണുന്നുണ്ട് എന്റെ എക്സ്റേ കണ്ണുകളിലൂടെ. ടെലിഫോണിന്റെ കൂടെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ടെക്നോളജി ആ സിനിമ ഇറങ്ങുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ കണ്ടെത്തിയ ഒന്നാണ്. 1964 പിക്ചർ ഫോൺ എന്ന ഉപകരണം കണ്ടെത്തുന്നത്. അനലോഗ് സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ കോളിംഗ് ആയിരുന്നു പിക്ചർ ഫോണിന്റെ പ്രത്യേകത. എന്നാൽ ഇതൊക്കെ കണ്ടെത്തും മുമ്പ് ഹോളിവുഡ് സിനിമകളിൽ ഇത്തരത്തിലുള്ള ടെക്നോളജി പ്രഡിക്റ്റ് ചെയ്തിരുന്നു. 98 വർഷങ്ങൾക്ക് മുമ്പ് 1927 മെട്രോപോളിസ് എന്ന സിനിമയിലായിരുന്നു ആ ടെക്നോളജി കാണിച്ചത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഫ്യൂച്ചർ പ്രഡിക്ഷൻ. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനെറ്റ് വഴി വീഡിയോ കോളിംഗ് 90s അവസാനമാണ് കണ്ടെത്തുന്നത്. 2005 ശേഷമാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ കോളിംഗും തുടങ്ങുന്നത്. 1968 സ്പേസ് ഒഡീസി എന്ന സിനിമയിൽ അത്തരത്തിലുള്ള ടെക്നോളജി എല്ലാം തന്നെ കാണിക്കുന്നുമുണ്ട്. കൂടാതെ ഐപാഡ് പോലെയുള്ള ഉപകരണവും ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതായത് 50ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹോളിവുഡ് സിനിമ അതെല്ലാം പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. 67 ഭാമ വിജയം എന്ന തമിഴ് സിനിമയുടെ മലയാളം റീമേക്കായി 1998 രാജസേനൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം. ആ സിനിമയിൽ ബിന്ദു പണിക്കർ അവതരിപ്പിച്ച കഥാപാത്രം ഇങ്ങനൊരു ഡയലോഗ് പറയുന്നുണ്ട്. അതല്ല, ഇത് 29 ഇഞ്ചസ്, ഞങ്ങളുടെ ടിവി 50 ഇഞ്ചാ. വെറുതെ പറയുന്ന കാര്യമാണെങ്കിലും പിന്നീട് അത് സംഭവിക്കുക തന്നെ ചെയ്തു. അക്കാലത്ത് അങ്ങനെയുള്ള ടി വി കണ്ടെത്തിയിട്ടില്ല എന്നൊന്നുമല്ല. എന്നാലും 2000 ശേഷമാണ് അത്തരത്തിലുള്ള ടി വി ഏറെ പ്രചാരത്തിൽ വന്നത്. 1985 ജഗദീഷ് കഥയും ശ്രീനിവാസൻ തിരക്കഥയും എഴുതി ഗിരീഷ് സംവിധാനം ചെയ്ത ചിത്രമാണ് അക്കരെ നിന്നൊരു മാരൻ. ആ സിനിമയിൽ മാള അരവിന്ദൻ ചെയ്ത കഥാപാത്രം ഇങ്ങനൊരു ഡയലോഗ് പറയുന്നുണ്ട്. പുതുക്കാട് നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചും അവിടുത്തെ MLA കുറിച്ചുമാണ് സംസാരിക്കുന്നത്. 1985 സിനിമയിലാണ് അത്തരത്തിലുള്ളൊരു ഡയലോഗ്. ഇതിലെ കൗതുകകരമായ കാര്യം എന്തെന്നാൽ 2011 പുതുക്കാട് നിയമസഭാ മണ്ഡലം നിലവിൽ വരുന്നത്. സിനിമയിൽ കഥാപാത്രം വെറുതെ പറയുന്ന ഒരു കാര്യമാണെങ്കിലും പിന്നീട് അത് സംഭവിക്കുക തന്നെ ചെയ്തു. 2002 ലാൽ ജോസ് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് മീശ മാധവൻ. ആ സിനിമയിൽ ദിലീപിന്റെ ഇൻട്രോയിൽ ഇത്തരത്തിലുള്ള രംഗം കാണിക്കുന്നുണ്ട്.
ഒരു തമാശ രൂപേണയാണെങ്കിലും അമേരിക്ക ഒസാമ ബിൻ ലാദനെ കൊല്ലുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. 2002 ബുഷിന്റെ കാലത്ത് അത് സംഭവിച്ചില്ല എങ്കിലും 2011 ഒബാമയുടെ കാലത്ത് അത് സംഭവിക്കുക തന്നെ ചെയ്തു. 2010 രാമസിംഹൻജി സംവിധാനം ചെയ്ത സീനിയർ മാൻഡ്രേക്ക് എന്ന സിനിമയുടെ അവസാനത്തിലും അത്തരത്തിലുള്ള ഒരു രംഗം കാണിക്കുന്നുണ്ട്. ഒറിജിനലാണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. കോമഡിക്ക് വേണ്ടിയാണ് ഇതെല്ലാം കാണിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ അമേരിക്ക പിന്നീട് ഒസാമ ബിൻ ലാദനെ കൊല്ലുക തന്നെ ചെയ്തു. 2014 ദുൽഖർ സൽമാൻ, നസ്രിയ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്ന സിനിമ കൊറോണയുമായി ഏറെ സാമ്യമുണ്ടെന്ന് പലരും കമന്റ് ചെയ്തിരുന്നു. മാസ്ക്, വാക്സിനേഷൻ, ക്വാറന്റൈൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൊറോണ വരും മുമ്പ് ഈ സിനിമയിൽ കാണിച്ചിരുന്നു. ഏതൊരു വൈറസ് വന്നാലും ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ സിനിമയിലും കാണിക്കുന്നത്. കൊറോണ വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതെന്ന് മാത്രം. എന്തിനൻ സിനിമയെക്കുറിച്ചും പലരും കമന്റ് ചെയ്തിരുന്നു. ഐ റോബോട്ട് പോലെ AI കുറിച്ചും റോബോട്ടുകളെ കുറിച്ചും ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം ആ ടെക്നോളജി വന്നതിന് ശേഷമാണ് വന്നത്. 1984 ടെർമിനേറ്ററിലും റോബോട്ടുകളെ കുറിച്ചും AI കുറിച്ചുമാണ് സംസാരിക്കുന്നത്. 68 സ്പേസ് ഓഡീസി എന്ന സിനിമയുടെ പ്രധാന വില്ലൻ AI ആണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ മെട്രോപോളിസ് എന്ന സിനിമയിലും റോബോട്ടിനെ കാണിക്കുന്നുണ്ട്. എന്തിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ കൺസെപ്റ്റ് എല്ലാം സിനിമകളിൽ വന്നിട്ടുണ്ട്. നാം കണ്ട വസ്തുക്കളെക്കുറിച്ചും നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം മൊബൈൽ ഫോണിൽ പരസ്യം വരാറില്ലേ? അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ കാണിക്കുന്ന ഒരു ടെക്നോളജി 2002 പുറത്തിറങ്ങിയ ഒരു സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട്. സ്റ്റീവൻ സ്പീൽബർഗ് സംവിധാനം ചെയ്ത ടോം ക്രൂസ് ചിത്രമായ മൈനോറിറ്റി റിപ്പോർട്ട് കഥാപാത്രത്തിന്റെ റെറ്റിന സ്കാൻ ചെയ്തുകൊണ്ട് ആളെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ കാണിക്കുന്നതായി കാണാം. ഇപ്പോൾ ഈ സംഭവം സർവ്വസാധാരണമായി നടക്കുന്ന ഒരു കാര്യമായി മാറി. ഭാവി പ്രവചിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പേര് കേട്ട ഒരു ഷോയാണ് സിംപ്സൺസ്. ആ ഒരു ആനിമേറ്റഡ് TV സീരീസിൽ ഒരുപാട് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അവയിൽ പലതും പിന്നീട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 1989 ഒരു എപ്പിസോഡിൽ കാണിച്ച ഈ ഒരു രംഗം. You know, we've inherited quite a budget crunch from President Trump. How bad is it, Secretary Van 2000 കാലഘട്ടത്തിലെ കഥയാണ് എപ്പിസോഡിൽ പറയുന്നത്. ഇന്നത്തെ പ്രസിഡന്റായ ട്രംപ് നാട് കുട്ടിച്ചോറാക്കി എന്നാണ് പറയുന്നത്. അതായത് 1989 ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുമെന്നാണ് അതിൽ പ്രവചിച്ചത്. അത് പിന്നീട് ശരിയാവുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 2023 നടന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് സിംപ്സൺ എപ്പിസോഡിൽ പറയുന്നുണ്ട്. ആഴക്കടലിൽ ടൈറ്റാൻ എന്നൊരു പേടകം അകത്തേക്ക് ഇംപ്ലോഷൻ ചെയ്തുകൊണ്ട് തകർന്ന സംഭവത്തെയാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. ഈ അടുത്താണ് ഫോക്സ്റ്റാർ സ്റ്റുഡിയോസ് ഡിസ്നി വാങ്ങുന്നത്. എന്നാൽ 20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫോക്സ്റ്റാർ ഡിസ്നിയുടേതാണെന്ന് ആ എപ്പിസോഡിൽ പറയുന്നുണ്ട്. ലിൻഡ, ലിസാൻ, യൂസ്ഫുൾ മീഡിയ തുടങ്ങിയവർ ചെയ്ത കമന്റുകൾ ഈ വീഡിയോ ചെയ്യാൻ സഹായകരമായിട്ടുണ്ട്. ഇതുപോലെയുള്ള പ്രിഡിക്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ഈ വീഡിയോയുടെ ആദ്യ പാർട്ട് കാണാൻ ഡിസ്ക്രിപ്ഷനോ ഫസ്റ്റ് കമന്റോ ചെക്ക് ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.